ശ്യാമെ, നീതു 35 വയസ്സ്, അജീഷ് 30 വയസ്സ്. ഇവർ തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല. ഈ ആൺ സുഹൃത്ത് എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞതിനൊരു ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും നീതു അജീഷിൻ്റെ വസതിയിലെത്തി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. ശരീരത്തിൽ തീ കത്തിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ അജീഷ് നീതുവിനെ മൈൻഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി നീതുവിനെ ഒഴിവാക്കുന്നു എന്നുള്ള തോന്നലാണ് നീതുവിനെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നീതുവിന് ഭർത്താവും 2 മക്കളുമുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ നേരെ തിരിച്ച് ഇതിലേതെങ്കിലും ഒരാൾ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നു പ്രണയ നൈരാശ്യം മൂലം. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. വേണ്ട, പേര് പറയണ്ട. ഒരു നെടുമ്പാശ്ശേരി അത്താണി സ്വദേശിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഭാര്യയാണ്. ജോണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ 35 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇവർ ഈ കാലടി ശ്രീമൂല നഗരത്ത് താമസിക്കുന്ന, അവിടെ ഹെർബർട്ട് നഗറിൽ താമസിക്കുന്ന അജീഷ് എന്ന് പറഞ്ഞ ഒരു യുവാവുമായി പ്രണയത്തിലായിരുന്നു. പ്രണയം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട പ്രണയമായിരുന്നു. ഭർത്താവ് ഇത് അറിയുന്നതുമില്ല. അപ്പോൾ ഇക്കഴിഞ്ഞ 13-ാം തീയതി, ഫെബ്രുവരി 13-ാം തീയതി ഉച്ചയ്ക്ക് ഈ യുവതി അവരുടെ 2 വീലർ ഈ അജീഷിൻ്റെ, അതായത് ഈ ഹെർബർട്ട് നഗറിലുള്ള വീട്ടിലെത്തി അജീഷുമായി വാക്കുതർക്കത്തിലായി. സംസാരിച്ചുകൊണ്ട് വാക്കുതർക്കത്തിലായ ശേഷം മടങ്ങിപ്പോകുന്ന രീതിയിൽ തിരിച്ചു നടന്ന ഈ യുവതി വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ എടുത്ത് ദേഹത്ത് ആസകലം ഒഴിക്കുകയും കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തുകയും ചെയ്തു. അത് ഭയങ്കരമായിട്ടുള്ള വാഹനത്തിൽ പെട്രോളുമായിട്ടാണ് വന്നത്. വന്ന് ഇയാളുടെ വീട്ടിന് മുന്നിൽ തന്നെ തീ കൊളുത്തി ഈ സ്ത്രീ ഇത് ആളിപ്പടർന്നു. ഈ ആളിപ്പടർന്നപ്പോഴത്തേക്ക് നാട്ടുകാർ ഓടിയെത്തി. ഈ നാട്ടുകാർ ഓടിയെത്തിയവർ മണ്ണ് വാരി എറിഞ്ഞും ചാക്ക് ഒക്കെ കൊണ്ട് വെള്ളമൊഴിച്ചുമൊക്കെ ഈ തീ കെടുത്തി ഉടൻ തന്നെ അവരെ ഒരു ആംബുലൻസിൽ കയറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ ബേൺ ICUവിലായിരുന്നു കഴിഞ്ഞ ഇത്രയും ദിവസവും ആ യുവതി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ യുവതി 13-ാം തീയതി ഏതാണ്ട് 4 മണി മുതൽ ഈ യുവതിയുടെ അവിടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ ഏകദേശം 60% മുകളിൽ പൊള്ളലേറ്റ് കഴിഞ്ഞിരുന്നു. അവരെ എത്തിച്ച 2ാമത്തെ ദിവസം തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം രാവിലെ പുലർച്ചെ ഈ യുവതിയുടെ മരണം സംഭവിച്ചു. ഏറ്റെടുക്കാൻ ആകെ ഉണ്ടായിരുന്നത് ഭർത്താവ് മാത്രം, ആ കുഞ്ഞുങ്ങൾ. അത്രയും പേരാണ് ഈ മൃതശരീരം ഏറ്റെടുക്കാൻ വേണ്ടി വന്നത്. അവർ വന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരം ഏറ്റെടുത്തു. പോലീസ് പറയുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്, അന്വേഷിച്ച് വരികയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന അജീഷ് ഒരു തവണ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അജീഷ് ഒരു തവണ പോലും തിരിഞ്ഞു നോക്കിയില്ല. അജീഷിനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അജീഷ് മൊഴി നൽകി. അരമണിക്കൂറിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. അജീഷ് പോലീസിനോട് സമ്മതിച്ചു തങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം പോലീസിനോട് സമ്മതിച്ചു. യുവതിയുടെ പക്കൽ സൂയിസൈഡ് നോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പം യുവതിയുടെ മൊബൈൽ ഫോണുകൾ എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം തന്നെ ഹാജരാക്കാൻ പോലീസ് ഭർത്താവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജീഷിൻ്റെ ഫോണും അവരവിടെ പോലീസ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പരിശോധന നടത്തിയ ശേഷം ഇതിലുള്ള സംഭവം എന്താണ് എന്നുള്ളത് കൂടുതൽ വ്യക്തത വരും. ഇത് നേരെയുള്ളൊരു റിലേഷൻ ആയിരുന്നില്ല. ഈ ഭർത്താവാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിരുന്നതുമില്ല. ഇത്തരം ബന്ധങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു കുഴപ്പം ഇതാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാതെ ഇതിനെയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കുഴപ്പമാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ആളിന് ഇത് സീരിയസ് അല്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക്, പുരുഷനായാലും സ്ത്രീ ആയാലും അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതായത് വിവാഹം കഴിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരപ്രകാരം ഈ ഭർത്താവിൻ്റെ ആൾക്കാർ മാത്രമാണിത്. പിന്നെ ഇവരുടെ ഏതാനും വീട്ടുകാരും. ഇങ്ങനെയൊക്കെയുള്ള മരണം സംഭവിക്കുമ്പോൾ ആളുകൾ വളരെ പുച്ഛത്തോടെ ഇതിനെ കാണത്തുള്ളൂ. ഒരു മനുഷ്യനാണ് മരണപ്പെട്ടത് എന്ന ബഹുമാനം പോലും ആരും കൊടുക്കില്ല. അതിൻ്റെ തെറ്റും ശരിയെന്താണെന്നൊന്നും
മെറിറ്റൊന്നും ആരും നോക്കത്തില്ല. എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന ഒരു കഥ. അപ്പോൾ ആതിര മരണപ്പെട്ടപ്പോഴും അങ്ങനെയായിരുന്നു. അതെ അതെ. ആതിരയെ കൊലപ്പെടുത്തി ആ വിവരം വരുന്നത് വരെയും കുറച്ചൊക്കെ ഒരു സോഫ്റ്റ്നെസ് ആളുകൾ ഇക്കാര്യത്തിൽ കാണിച്ചിരുന്നു. ഒരുത്തൻ അവൻ കയറി ഈ ആതിരയെ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ ആളുകൾ കുറച്ചൊക്കെ ആതിരയുടെ ഭാഗം പറയാനുണ്ടായിരുന്നു. പിന്നീട് ഇത് കൂടുതൽ പോയി വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നതോടുകൂടി ആളുകൾ പൂർണ്ണമായും ആതിരയ്ക്ക് എതിരായി. ആ മരണത്തെ വളരെ പുച്ഛത്തോടു കൂടിയാണ് പലരും കണ്ടത്. ഇത്തരം മരണങ്ങളോട് ആളുകൾ കാണിക്കുന്ന ഒരു അവഗണന അങ്ങനെയാണ്. അതായത് ആളുകൾ ആ രീതിയിലേ അതിനെ കാണുകയുള്ളൂ. ഇതിപ്പോൾ ഈ 2 മാസത്തിനിടെ ഇത് 2ാമത്തെ സംഭവമാണ്. ഇപ്പം 2 മാസം മുമ്പാണ് ഇവിടെ പിന്നെ പൂന്തുറ മുട്ടത്തറ അവിടെ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഈ പറയുന്ന സിന്ധു എന്ന് പറഞ്ഞൊരു യുവതി, കുറച്ച് നാൾ മുമ്പാണ്. സിന്ധു എന്ന് പറയുന്ന 2 മാസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് നാളായി. അപ്പോൾ സിന്ധു എന്ന് പറയുന്ന ഒരു യുവതി അവിടെ അരുൺ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ വീട്ടിലെത്തി. പൂന്തുറ മുട്ടത്തറയിൽ, മുട്ടത്തറ കല്ലുമൂട് അവിടെ ആ സ്ഥലത്തുള്ളതാണ് ഈ സിന്ധു. അവിടെ SN നഗറിലുള്ളയാണ് ഈ അരുൺ എന്ന് പറഞ്ഞ യുവാവ്. ഈ സിന്ധു ഇതുപോലെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് എത്തി, അരുണിൻ്റെ വീട്ടിലെത്തി. അതും ഭർതൃമതിയാണ്, സിന്ധുവും ഭർതൃമതിയാണ്. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിനുള്ളിൽ വന്ന്, വീട്ടിനുള്ളിൽ ഇപ്പോൾ ഒരു പ്രായമായ സ്ത്രീയാണ് ഉണ്ടായിരുന്നത്, അവരെ തള്ളി മാറ്റി അരുണിൻ്റെ ബെഡ്റൂമിനുള്ളിൽ കയറി, ഇയാളവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ബെഡ്റൂമിനുള്ളിൽ കയറി കഥ കടച്ച് അതിനുള്ളിൽ തീ കൊളുത്തി മരിച്ചു. കാമുകൻ്റെ വീട്ടിലെത്തി കാമുകി മരണപ്പെട്ടു. ഈ കാമുകൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞത് മുതൽ സിന്ധു ഈ പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുകയാണ്. സിന്ധു ഈ വിവരം അറിഞ്ഞു അന്ന് മുതലും അരുണുമായിട്ട് സിന്ധു പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ ഈ സിന്ധു അങ്ങനെയാണ്. സിന്ധു അതിനു മുമ്പ് തന്നെ ഈ അരുണിൻ്റെ കാറ് തടഞ്ഞിരുന്നു. കാറ് തടഞ്ഞ് കാറിനുള്ളിൽ കയറി കാറിനുള്ളിൽ കത്തിയുമായിട്ടാണ് സിന്ധു കയറിയത്. സിന്ധു കത്തിയുമായി കയറി ഒരു ബുധനാഴ്ച ദിവസമാണ്. അപ്പം അവർ കാറിനുള്ളിൽ കയറി കാറിൻ്റെ സീറ്റൊക്കെ അവർ കുത്തിക്കീറി. ഈ വാഹനത്തിൻ്റെ സീറ്റുകളൊക്കെ കുത്തിക്കീറി കളഞ്ഞു. അത് കൂടാതെ ഇത് തടയുവാൻ ശ്രമിച്ച അരുണിനെ ഇവർ കുത്തി പരിക്കേൽപ്പിച്ചു. അരുണിൻ്റെ കൈക്കെന്ന് പരിക്കേറ്റു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ സംഭവം അവിടെ ഉണ്ടാകുന്നത്. ഈ യുവതി അവിടേക്ക് എത്തി തീ കൊളുത്തി മരിക്കുന്നത്. ഇപ്പം ഇത്രയും ദിവസത്തിനിടെ ഇപ്പം രണ്ടാമത്തെ സംഭവം. ചില വീട്ടമ്മമാർ അതിരുവിട്ട് കടന്നു പോകുന്നതിൻ്റെ പ്രശ്നമാണ് ഇത്. റിലേഷനൊക്കെ ആകാം ചിലപ്പം. ചില ഘട്ടങ്ങളിൽ ഈ പ്രണയം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, പ്രണയം ചിലപ്പം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് ആരോടും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷെ അതിനുവേണ്ടി ഈ ജീവൻ കളയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാതിരിക്കുക, അതാണ് വേണ്ടുന്നത്. ഇപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളുള്ള ആളാണ് ഈ പറയുന്ന നീതു. അവർക്ക് 35 വയസ്സുണ്ട്. ആ യുവാവിനേക്കാൾ പ്രായമുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായും പക്വത 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പക്വത അവർക്ക് ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആ പക്വത അവർ കാണിക്കണ്ടേ? 2 കുഞ്ഞുങ്ങളെ അനാഥമാക്കി കളഞ്ഞുകൊണ്ട് പ്രണയത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പാടുണ്ടോ? അവർ തന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണല്ലോ ഈ 2 പേരെ. ഈ 2 പെൺകുഞ്ഞുങ്ങളെയും ഇപ്പം 35 വയസ്സുള്ള ഒരു സ്ത്രീയാകുമ്പോൾ വലിയ പ്രായ കുഞ്ഞുങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതയില്ല. ആ കുട്ടികൾക്ക് വലിയൊരു ഏജ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായും അതുങ്ങളോട് ഒരു കടമയുണ്ടല്ലോ, ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിനോടുള്ള ഒരു കടമയുണ്ടല്ലോ. ആ കടമ നിർവഹിക്കാതെ ഇത്തരം റിലേഷൻ്റെ കാര്യത്തിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഈ തീ കൊളുത്തി മരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ശരീരം വെന്താലുള്ള വേദന, നമുക്ക് കൈ പൊള്ളിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയുന്നൂടെ? കൈ പൊള്ളിയാൽ തന്നെ ഉണ്ടാകുന്ന വേദന ചെറുതല്ലല്ലോ. ചെറിയൊരു പൊള്ളലേറ്റാൽ തന്നെ ആ ഒരു നീറ്റൽ ചെറുതല്ലല്ലോ. അപ്പോഴാണ് ശരീരമാസകലം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുക എന്നുള്ളത്. പ്രണയത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ പറഞ്ഞ ഞാൻ രണ്ടാമത് പറഞ്ഞ സിന്ധുവിൻ്റെ കേസിൽ സിന്ധു കുറച്ചു കാലം മുമ്പ് ഒരു അവരുടെ ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. ഈ സിന്ധുവും അരുണും ഒരുമിച്ച് പഠിച്ചവരാണ്, ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. അവരുടെ ഒരു റീയൂണിയൻ സംഘടിപ്പിച്ചു. ഈ റീയൂണിയൻ സംഘടിപ്പിച്ചപ്പോൾ സിന്ധു അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി അവിടേക്ക് പോയി. അവിടെ ഈ അരുണും ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഇവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഇവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറിയ ശേഷം ഇവർ ഫോൺ ചെയ്യലായി.
അങ്ങനെ നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഈ സിന്ധു അരുണിന് വേണ്ടിയിട്ട് പലരുടെയും നിന്നും പണം കടം വാങ്ങി കൊടുത്തിട്ടുണ്ട്. കടം വാങ്ങി നൽകി. അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായി. ഈ സംഭവത്തിൽ അരുണിന് എന്താ സംഭവിച്ചതെന്നറിയോ? ഒരു ദിവസം പോലീസ് ഒന്ന് വിളിപ്പിച്ചു, 2 മണിക്കൂർ പോലീസ് സ്റ്റേഷൻ. അത് കഴിഞ്ഞപ്പോൾ അയാളുടെ വീട്ടിൽ പോയി. അയാൾ സ്റ്റേറ്റ്മെൻറ്റും കൊടുത്ത് അയാളുടെ മൊഴിയെടുത്തു. അയാൾ നേരെ വീട്ടിൽ പോയി. അതേ ഉള്ളൂ, 2 മണിക്കൂറത്തെ കാര്യം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെയും ഒരു കുടുംബം ഇല്ലാതായിപ്പോയി. ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇതാണെന്നേ, എല്ലാവരും ഇതിനെ അങ്ങ് വൈകാരികമായി എടുക്കുകയാണ്. ഒന്നുകിൽ ആരെങ്കിലും തട്ടും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ ഒരു കലാപരിപാടി. എനിക്ക് തോന്നുന്നു ഈ 2025 ജാനുവരി 1 മുതൽ ഇങ്ങോട്ട് ക്രൈം കേസുകളുടെ എണ്ണത്തിന് കയ്യും കണക്കുമില്ല. ഒന്നുകിൽ കൊലപാതകം, ആത്മഹത്യ ഇല്ലാത്ത ദിവസങ്ങൾ, അതിൻ്റെ ആവറേജ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഒരു തമാശയായിട്ട് പറയല്ലോ കേട്ടോ, ഒരു വേറൊരു തമാശയായിട്ട് ഒരു കാര്യം പറയാം, അല്ലെന്നല്ല, അവർ പറയാണ്, നമ്മുടെ ഈ കൺവിൻസിങ് സ്റ്റാർ 2024 ഡിസംബർ 31 2025 എല്ലാവർക്കും ഒരു നല്ല വർഷമാകട്ടെ എന്ന് ആശംസിച്ചിരുന്നു. അതിപ്പോൾ ആളുകൾ എടുത്ത് ട്രോളാക്കുന്നുണ്ട്, സർവത്ര പ്രശ്നമാണെന്ന്. കൺവിൻസിങ് സ്റ്റാർ ഇത് പറയുകയും ചെയ്തു, അന്ന് മുതൽ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ എടുത്തിട്ട് ഇത് ട്രോളാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും ദിവസവും അവർക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് നിന്നതും ഒക്കെ തന്നെ അവരുടെ ബന്ധുക്കാർ മാത്രമാണ്. ഈ നീതുവിൻ്റെ ബന്ധുക്കാർ മാത്രം, നീതുവിൻ്റെ ഭർത്താവിൻ്റെ അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള കുറച്ച് പേര് മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അവരെത്ര പേരോട് മറുപടി പറയണം? എത്ര പേരോട് അവർ മറുപടി പറയണം? ഇപ്പോൾ നമുക്കൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ഇത് മറുപടി ഒരു 1-2 പേരോട് കൂടി മറുപടി പറയാം. 10, 20, 30 പേരോട് ഒരേ കാര്യത്തിൽ റീസൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പറ്റുമോ? കാരണം വിശദീകരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഒരു ഭർത്താവിന് നിന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഭാര്യ മറ്റൊരാളുടെ വീട്ടിൽ പോയി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരിക്കുന്നു. എന്നിട്ട് ഭാര്യ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു. 2 പെൺകുഞ്ഞുങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഇതൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് കൂടി ആലോചിക്കണം. അത് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പിന്നെ എനിക്ക് എന്തായിരിക്കും എന്നുള്ള കാര്യം കൂടി ചിന്തിക്കണം. എനിക്ക് കിട്ടാത്ത റിസൾട്ട് ആണെങ്കിൽ, അതായത് ഞാൻ അറിയാതെ പോകാൻ പോകുന്ന റിസൾട്ട് ആണെങ്കിൽ, അതായത് ഞാൻ മരിക്കാൻ പോകുമ്പോൾ ഞാൻ പിന്നെ അറിയില്ലല്ലോ, ഈ പ്രവൃത്തി ചെയ്യുന്ന ആൾ അറിയില്ലല്ലോ. പക്ഷേ എൻ്റെ ചുറ്റും എന്നെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ ഉണ്ടാവാൻ പോകുന്ന കാര്യം എന്താണ്, പിന്നെ അവർക്ക് എന്ത് സംഭവിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരാണല്ലോ, ഒരു കൂട്ടമായി ഒരു കുടുംബമായി ജീവിച്ചവരാണ്. അപ്പോൾ ചുറ്റുമുള്ള എല്ലാവർക്കും ഇടയിൽ കണ്ണടച്ചു പോകാൻ അങ്ങനെ ചുറ്റുമുള്ള ആരെയും കാണുന്നില്ല, അന്ധമായിരിക്കുന്നു. പ്രതികാരം മാത്രം മനസ്സിൽ, കാമുകനോട് ഉള്ള പ്രതികാരം. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് വ്യക്തതയില്ല. ഈ യുവാവ് പിന്നെ ഇവർ തെറ്റിപ്പിരിഞ്ഞതിനാലാണെന്നാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു, കുറച്ച് നാളായി ഇവർ തമ്മിൽ അകൽച്ച പിന്നെ ഇയാൾ തുടരുന്നു. അജീഷ് നീതുവുമായി അകൽച്ചയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അജീഷിന് 30 വയസ്സും ഈ നീതുവിന് 35 വയസ്സും ഉണ്ട്. സ്വാഭാവികമായിട്ടും അജീഷിന് അകൽച്ച ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് ശരിയാണ്. അത്തരം റിലേഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അകൽച്ചയൊക്കെ ഉണ്ടാവും. മറ്റ് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ഇത് ലഭിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അകലുമ്പോൾ അത് അവൻ അകന്ന് പോട്ടെ എന്ന് വിചാരിക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രണയം എപ്പോഴും സംഭവിക്കാം, ഏത് സമയവും സംഭവിക്കാം, ആരോട് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ്. ചിലപ്പോൾ ഒരു ബസ് യാത്രയിലായിരിക്കും ഒരു പ്രണയം പൂവിടുന്നത്. മലയാളത്തിലെ വലിയൊരു പിന്നെ നടൻ, അത് എഴുത്തുകാരനും ഒക്കെയാണ്, സംവിധായകനും കൂടെ. അദ്ദേഹം പ്രണയിച്ച് കല്യാണം കഴിച്ചത് ഇതുപോലെ ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് അപരിചിതരാണ്, ചെന്നിരുന്നു, ആ സീറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ആ കുട്ടിയുടെ കൂടെ ഇരിക്കുന്നു, ആ ബസ് യാത്രക്കിടയിൽ പരിചയപ്പെടുന്നു. അങ്ങനെ ആ പരിചയം ബസ് യാത്രക്കിടയിൽ തന്നെ പ്രണയമാകും. പ്രണയിച്ച് അവർ കല്യാണം കഴിച്ചു, സുഖമായി ജീവിക്കുന്നു. അങ്ങനെ അല്ലാത്തതുകൊണ്ട് അങ്ങനെ അല്ലാത്ത ധാരാളം കാര്യങ്ങൾ അതുണ്ട്, ധാരാളം കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ പ്രണയത്തിൻ്റെ ഒരു കുഴപ്പം ഇതാണ്, ഒന്നുകിൽ ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ എത്തും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഈ പിന്നെ വിവാഹ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രണയത്തിലേക്ക് പോകുമ്പോൾ അതൊരിക്കലും പിന്നെ ഒരു വിവാഹത്തിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതൊക്കെ വലിയ റിസ്ക് ആണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത്, ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക.
നമ്മളല്ലാതെ അവർ പ്രണയിക്കരുതെന്ന് പറയാൻ പ്രണയിക്കരുതെന്നൊന്നും പറയാൻ ആരുടെ വ്യക്തി ജീവിതത്തിൽ പോയിട്ട് നീ ഒരു കുടുംബിനിയാണല്ലേ, നീ ഒരു കുടുംബസ്ഥനാണ്, നിനക്ക് നീ ലോകത്താരോടും പ്രണയം പാടില്ല എന്നൊന്നും പറയാൻ നമുക്കാർക്കും അവകാശമില്ല, യാതൊരു അവകാശവും അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. ഇപ്പം ഗ്രീഷ്മയും ഷാരൂണിനെ നോക്കുമ്പോൾ അവർ പരിചയപ്പെടുന്നത് വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ്. അവർ പെട്ടെന്ന് പരിചയപ്പെടുന്നതാണ് ഗ്രീഷ്മയും ഷാരൂണും. അവർ പരിചയപ്പെടുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു, ഇപ്പം കെവിനും നീനും പരിചയപ്പെടുന്നത് ഒറ്റ ദിവസം കൊണ്ട് അവർ കണ്ടുമുട്ടി പ്രണയിച്ചവരാണ്. ഈ കെവിനും നീനുവും പെട്ടെന്നുണ്ടായതാണ് ഇതൊക്കെ. അതുപോലെ ഇത് സ്ഫോടനാത്മകമായി പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുന്നത് പോലെ തന്നെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ ഇതൊരു മരണത്തിലേക്കോ കൊലപാതകത്തിലേക്കോ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ദൂഷ്യഫലം അത് മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മുടെ പ്രവൃത്തി കാരണം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുക്കുക, അത് നമ്മളെ സ്നേഹിച്ചവർക്ക്. നമ്മുടെ ശത്രുവിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ലെന്ന് കരുതാം. കുഴപ്പമില്ലെന്നല്ല, ഒരു കുഴപ്പമില്ല. അതെ, നമ്മളെ സ്നേഹിച്ച് നമ്മളെ ദീർഘകാലം നമ്മളെ സ്നേഹിച്ച ഒരാൾക്ക് നമ്മൾ കാരണം ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇത് പ്രത്യേകിച്ചും ഇത് അപമാനം, ഇതൊക്കെ സമൂഹത്തെക്കുറിച്ചൊന്നും ചിന്തയില്ലെങ്കിൽ പിന്നെ അതൊന്നും വലിയ കാര്യം ഇല്ല. പക്ഷെ എങ്കിലും ഈ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അപമാനത്തെക്കുറിച്ചൊക്കെ മാനാഭിമാനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഇവരുടെ ഭർത്താവെങ്കിൽ ആ മനുഷ്യൻ തകർന്നു പോകും. ആ മനുഷ്യനാകെ തകർന്നു പോകും. 2 വീലറിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പോകാതിരിക്കാൻ പറ്റൂല, അത് പോലീസ് ചെക്കിങ് ഇല്ലെങ്കിൽ. വേണമെങ്കിൽ ആ ഗ്ലാസ്സിലൊരു കറുത്ത പേപ്പറും കൂടെ വേണമെങ്കിൽ അദ്ദേഹം പേടിച്ച് ഒട്ടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ മാനാഭിമാനത്തെക്കുറിച്ചൊക്കെ വളരെ കാര്യമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ, ഇപ്പോൾ രണ്ടാമത്തെ സംഭവം ഉണ്ടായിരിക്കുന്നു. 2 പേര്, അതിന് 2 സ്ത്രീകൾ, 2 ഭർത്തൃമതികളായിട്ടുള്ള 2 സ്ത്രീകൾ, 2 പേരും കാമുകൻ്റെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇത്രയും ദിവസത്തിനിടെ 2 സംഭവങ്ങൾ. ഇതിൻ്റെയൊക്കെ നമ്മൾ എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനോബലം കാണിക്കണം, മനസ്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കണം. നമ്മളെന്തായാലും ഒരു കാര്യം ചെയ്യുകയാണ്, അപ്പം അതിന് എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും പോകാൻ നിൽക്കരുത്. പ്രണയം ദുർബലർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഈ അവസ്ഥയിൽ ഞാൻ പറഞ്ഞ ഈ സാഹചര്യത്തിലാണ് നീതുവിൻ്റെ സാഹചര്യം മറ്റൊരു സാഹചര്യമാണ്. മറ്റൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളാണ്. അതായത് 2 പെൺകുട്ടികളുടെ അമ്മയാണ്, ഭർത്തൃമതിയാണ്, ഭർത്താവിൻ്റെ കുടുംബത്തിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇനി വരുന്ന ആളുകളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇപ്പം നമ്മുടെ ശ്യാമിൻ്റെ ഒരു ഉപദേശമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. എൻ്റെ ഉപദേശമൊന്നുമില്ല. ഇപ്പം നാട്ടുകാരെല്ലാം അവിടെ പോയി ആരെങ്കിലുമൊക്കെ പ്രേമിച്ചിട്ട് എന്തെങ്കിലല്ലോ അവൻ എവിടെ ഇരുന്നിട്ട് ഈ പൊട്ടത്തരൊക്കെ വിളിച്ചു പറയുന്നില്ല അവനാണെന്ന് പറഞ്ഞിട്ട്. അത് മറ്റേ ഒരു കുട്ടിയാണെങ്കിൽ ഇവിടെ കുത്തേറ്റ് ആശുപത്രി കിടക്കുകയാണ്, തിരുവനന്തപുരത്ത് ഒരു കുട്ടി, അതും ഭർത്തൃമതിയാണ്. അതിനെ പിന്നെ കാമുകൻ കയറി ആക്രമിച്ചു, വീട്ടിൽ കയറി കുത്തിക്കയറി കളഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, ഒന്നിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് കൊല്ലും, അല്ലെങ്കിൽ സ്വയം മരണം ഏറ്റുവാങ്ങും. അപകടകരമായുള്ള പ്രണയത്തിലേക്ക് പോകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ഈ അപകടകരമായ പ്രണയം എന്ന് പറയുമ്പോൾ ഈ ഓഫ് റോഡ് യാത്ര പോലാണ്. നന്നായി വണ്ടി ഓടിച്ചില്ലെങ്കിൽ അത് കുത്തിമറിയും. അതുകൊണ്ടാണ് ഇതൊരു വിലപ്പെട്ട ഉപദേശമാണ്. അതെ, ഓഫ് റോഡ് യാത്ര ഇതെല്ലാം ഞാനാ പറഞ്ഞു കൊടുക്കുന്നത്. ആളുകൾക്ക് എങ്ങനെ കൊലപ്പെടുത്താം. എൻ്റെ അടുത്തൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞാണ്, ഒരാളെ കൊന്നിട്ട് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ബോഡി അഴുകുമെന്നൊക്കെ നീ പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ എന്നോട് ആളുകൾ വിളിച്ച് ചോദിച്ചു തുടങ്ങി. മൊത്തം കുറ്റവാളികൾക്കൊപ്പമാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ഏതായാലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാതാകുന്ന ഒരവസ്ഥ. അതൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്. പിന്നെ ഇത്രയും ദിവസം ഈ വേദന നിന്ന് കിടക്കുക എന്ന് പറയുന്നത്, വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ടൊന്നും അറിഞ്ഞു കാണില്ല. ഈ പൊള്ളലേറ്റ വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ്. പിന്നെ ഭീകരമാണ്, അതിഭീകരമാണ്. വളരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സാധനമാണിത്. ഈ പൊള്ളുന്ന ഈ മുറിവ് വൃത്തിയാക്കുന്ന ഒരു പരിപാടിയുണ്ട്, അറിയാമോ? അറിയാം. ആ സമയത്ത് അസഹനീയമായ വേദന, ജീവൻ പോകുന്ന വേദന എന്ന് പറഞ്ഞാൽ ആ വേദനയാണ്. അത് വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത്